ബാലമന്ദിരങ്ങളിലെയും അനാഥാലയങ്ങളിലെയും കുട്ടികൾ സമൂഹത്തിൽ ഏറ്റവും കരുതലും പരിഗണനയും ആവശ്യമുള്ളവരാണ്. എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട, ഗതികേട് കാരണം സർക്കാരിൻ്റെ തണലിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ആ കുട്ടികളെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, പല അഗതി മന്ദിരങ്ങളും അവർക്ക് കണ്ണീരും വേദനയുമാണ് സമ്മാനിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ട്രൈബൽ ഹോസ്റ്റലിലെ അന്തേവാസികളായ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതാണ് ഒടുവിലത്തെ സംഭവം. അമ്പൂരി എസ് ജ്യോതിസ് ഭവനിലെ അന്തേവാസികളെ ഹോസ്റ്റൽ അധികൃതർ മർദ്ദിച്ചതാണ് പരാതി. എന്നാൽ ആരോപണം ഹോസ്റ്റൽ അധികൃതർ നിഷേധിച്ചു. ഒരു വിദ്യാർത്ഥിനിയുടെ മാതാവ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നമ്മൾ 16 പേരാണ് അമ്പൂരി എന്ന് പറഞ്ഞ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി മർദ്ദിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. ആൻറ്റി ആണെങ്കിൽ അവളെ തലമുടി കുത്തിപ്പിടിച്ചിടിക്കുന്നത് കണ്ടാണ് ഞാൻ എത്തിയത്. അപ്പോൾ ഞാൻ ആൻറ്റീനെയും അതിൻ്റെ കൂട്ടുകാരിയും പിടിച്ച് മാറ്റുന്നതിനിടയിലാണ് ആൻറ്റി എൻ്റെ ചെവി ചേർത്ത് അടിക്കുന്നത്. അതിൽ തന്നെ എൻ്റെ കാതിൽ നിന്ന് ബ്ലഡൊക്കെ വരുമായിരുന്നു. കഴിഞ്ഞ 4-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഫെബ്രുവരി 28-ന് കള്ളിക്കാട് സ്വദേശിയായ +2 വിദ്യാർത്ഥിനി വീട്ടിൽ പോയിരുന്നു. 4-ാം തീയതി തിരികെ എത്തിയപ്പോൾ തന്നെക്കുറിച്ച് മോശമായ ചില ആരോപണങ്ങൾ ഹോസ്റ്റലിലെ ജീവനക്കാരി ഹോസ്റ്റൽ വാർഡനോട് പറഞ്ഞതായി സഹപാഠികൾ പെൺകുട്ടിയെ അറിയിച്ചു. തുടർന്ന് ഈ വിവരം ചോദിക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. 16-കാരിയെയും ജീവനക്കാരി മർദ്ദിക്കുന്നത് കണ്ടാണ് സഹപാഠികളായ മറ്റ് 2 പേരും എത്തിയത്. ഇവരെയും ജീവനക്കാരി മർദ്ദിച്ചതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ആൻറ്റി ആണെങ്കിൽ വളരെ മോശമായിട്ട് തെറി വിളിക്കുകയും എൻ്റെ അമ്മയെ പറയുകയും ചെയ്തു. എൻ്റെ അമ്മയെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അപ്പോഴും ഞാൻ തിരിച്ച് പറഞ്ഞതിനെ തുടർന്ന് അവരെന്നെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. എൻ്റെ തല പിടിച്ച് ചുമലടിക്കുകയും കർണ കുത്തി നോക്കി അടിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ട് എൻ്റെ കൂട്ടുകാരിമാർ വന്ന് പിടിച്ചു. അവർ വന്ന് പിടിച്ചപ്പോൾ അവരെ അടിക്കുകയും അതിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ചെവിയിൽ നല്ല പരിക്കേൽക്കുകയും ബ്ലഡ് വരികയും ചെയ്തു. കുട്ടി വരുമ്പോൾ ഡോർ സിസ്റ്റർ തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയായിരുന്നു. കൊച്ച് 2 ചെവിയും പൊത്തി പിടിച്ചുകൊണ്ട് എന്നെ അടിച്ചു അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഓടി എൻ്റെ അടുക്കൽ വന്നത്. അപ്പോൾ ചെവിയിൽ കൂടെ രക്തം പൊടിയുന്നുണ്ടായിരുന്നു. ആരാ നിന്നെ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ജോലിക്കാരി എന്നെ അടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ മോളെയും പിടിച്ചുകൊണ്ട് സിസ്റ്റർ അടുത്തോട്ട് ചെന്നു. സിസ്റ്റർ എൻ്റെ മോളെ എന്തിനാണ് ഉപദ്രവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാനല്ല നിന്റെ മോളെ അടിച്ചതെന്ന് സിസ്റ്റർ പറഞ്ഞു. 3 വിദ്യാർത്ഥിനികളും ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം വിദ്യാർത്ഥികൾ ചേർന്ന് തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ജീവനക്കാരി ഷീല പോലീസിൽ നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. ഇവരും പാറശാല ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. വിദ്യാർത്ഥിനിയുടെ മാതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളറട പോലീസ് കേസെടുത്തു. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. ചൈൽഡ് ലൈനിനും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.